ക്രൈസ്തലോട് നന്ദിയോടെ കർത്താവിനും മഹത്വം. കർത്താവിന്റെ ധന്യനാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിന്റെ നല്ല സ്നേഹത്തിനായി നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും ഒരു നല്ല സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. വാസ്തവമായി ഇന്ന് ഈ പ്രഭാതത്തിനോടൊപ്പമായിരിക്കാൻ ദൈവം ചെയ്ത നല്ല ഭാഗ്യത്തെ ഓർത്താണ് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. കഴിഞ്ഞ സന്ധ്യയില് പ്രിയാൻറ്റി എന്നോട് വിളിക്കുമ്പോൾ ഇവിടെ ഭയങ്കര മഴയും ഇടിയും വെട്ടിയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കത്താണ് എന്നെ വിളിക്കുന്നത്. എങ്കിലും എന്നോട് പറഞ്ഞ് രാവിലെ മോർണിംഗിലാണ് പ്രാർത്ഥന. ഈ മോർണിംഗ് എന്ന് പറയപ്പെടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം, ഈ ഉറക്കത്തിന്റെ സമയമല്ലേ. പ്രൈസ് ലോർഡ്. എങ്കിലും ഞാൻ പിന്നെ ഓർത്തില്ല. പ്രൈസ് ലോർഡ്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രഭാതത്തിൽ അന്വേഷിച്ച എല്ലാ പ്രിയ ആന്റിയോടും അതുപോലെ ഇൻഗ്രേസ് ഫെലോഷിപ്പിനോടുള്ള നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. മനോഹരമായ നല്ല പാട്ട് പ്രിയ ആന്റി പാടുവാനിടയായി ഞാനും വൈഫും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം ആന്റിയുടെ പാട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പാട്ട് കേൾക്കപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സ്തുതിക്കുന്നു. എങ്ങനെ നമുക്ക് അധിക സമയമൊന്നും നമ്മുടെ മുൻപാകെ ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ലൂസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിലെ 37-38 വേദഭാഗങ്ങൾ നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 37-38 വേദഭാഗങ്ങൾ വേഗത്തിൽ ഒരാൾക്ക് വായിക്കാം. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. മതി, കണ്ണുകളെ അടയ്ക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല രാത്രി പ്രഭാതത്തിൽ ഈ സമയം കർത്താവെ നിന്റെ കരുത്തിലേക്ക് ഈ വാക്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധുവായിരിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവൊന്ന് സംസാരിക്കും, ദൈവകൃപ കൊണ്ട് നിറയ്ക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായ നല്ല ഒരു തിരുവചനങ്ങളാണ് നമുക്ക് കേൾക്കപ്പെടാൻ കഴിഞ്ഞത്. വായിച്ചത് മനസ്സിലാക്കുവാൻ കഴിയുന്നതിനാൽ ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയപ്പെടുമ്പോൾ 4 സുവിശേഷങ്ങൾ നമുക്ക് അറിയപ്പെടുവാനുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ ലൂക്കോസ് വരെയുള്ള സുവിശേഷങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്നത് സമവീക്ഷണ സുവിശേഷം എന്നാണ് ചരിത്രകാരന്മാർ വിളിച്ചു പറയപ്പെടുന്നത്. എന്നാൽ യോഹന്നാൻ സകല ജനത്തിനും വേണ്ടി എഴുതപ്പെട്ടതായതുകൊണ്ട് വ്യക്തമായി അത് ദൈവപുത്രനെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് യോഹന്നാൻ സുവിശേഷം. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് എഴുതി എന്ന് വേദചരിത്രകാരന്മാർ അവിടെ വിളിച്ചു പറയപ്പെടുകയാണ്. എന്നാൽ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം തന്നെ ശിഷ്യന്മാരെ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് വായിക്കപ്പെടുവാൻ കഴിഞ്ഞത്. അനുഗ്രഹിക്കപ്പെട്ട 2 ശിഷ്യന്മാരെ വിളിച്ച് താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ
അവര് അതനുസരിക്കുമോ, അവർക്കത് ചെയ്യുവാൻ കഴിയുമോ, അവരത് ചെയ്യുമോ എന്നുള്ള ചിന്താഭാരത്തോടെ അല്ല കർത്താവ് അവരെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. അതിന്റെ 29 മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും, അതിനെ അടിച്ചുകൊണ്ട് വരുവീൻ എന്ന് 2 ശിഷ്യന്മാരോട് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ശിഷ്യന്മാരെ എന്ത് ചെയ്യുക, പഠിപ്പിച്ച് അവർ തിരിച്ച് അവര് ഏകരായി വിട്ടുകൊടുക്കുകയാ ശുശ്രൂഷയ്ക്ക് വേണ്ടി. അപ്പൊ എതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് അതിലെ രണ്ടുപേരും അതിനെ അഴിക്കുവാൻ കർത്താവ് പറയുക. അങ്ങനെ കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ ഈ 2 ശിഷ്യന്മാരും എതിരെയുള്ള ഗ്രാമത്തിൽ, അപ്പോ കർത്താവ് ഇങ്ങനെ പ്രകാരം പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് ഇതിനെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവൻ ചോദിക്കും, എന്തിനാണ് ഇതിനെ അഴിക്കുന്നത്? അപ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം അവരോട് ഒരു ആലോചന പറഞ്ഞു കൊടുത്ത്, ഇത് കർത്താവിനെ കൊണ്ട് ഇതിന് ആവശ്യമുണ്ട് എന്ന് അവിടെ വായിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവര് പറയണമെന്ന് ദൈവസന്നിധിയിലെ കർത്താവ് അത് പറയപ്പെടുമ്പോൾ അവരതനുസരിച്ച് മുന്നോട്ട് കടന്നുപോയി ആ കഴുതക്കുട്ടി അഴിച്ചു. പ്രൈസ്. ഞാൻ ചുരുക്കി പറയുക, എന്റെ ആ വേദഭാഗത്തിലേക്ക് കടന്നു വരണമല്ലോ. അപ്പൊ കർത്താവ് എന്ത് ചെയ്യുക, അതിനെ അഴിക്കാൻ പറഞ്ഞു, അതിനെ അഴിച്ചു വരാൻ പറഞ്ഞു. അപ്പൊ കഴുതക്കുട്ടി നാളുകളായി അവിടെ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഇതിനെ അഴിക്കാൻ ആരുമില്ല, അതിന് മറ്റൊരു സ്ഥലം കാണാനുള്ള സാഹചര്യമില്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ കൂടെ കടന്നു പോകുവാൻ ആ കഴുതക്കുട്ടിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഈ 2 ശിഷ്യന്മാരെയും കർത്താവ് ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുക. എന്താണെന്ന് ചോദിച്ചാൽ ചിലതിനെ അഴിക്കാനുള്ള ശുശ്രൂഷയാണ്. അപ്പോ ആ ശുശ്രൂഷ അവരെ ഫലമേൽപ്പിച്ച് പറഞ്ഞയക്കും. അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ്, അല്ലെങ്കിൽ ആർക്കാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ കഴുതയെ അഴിക്കുന്നത്? അപ്പോ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ നമ്മളെ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടാ നമ്മളൊക്കെ ഏതൊക്കെ നിലയിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ കൂടെ ഉള്ളവർ. അപ്പൊ നമ്മൾ എവിടേക്കാണോ കടന്നത്, ഏതെല്ലാം നിലയിലാണ് കടന്നത്, ഏതെല്ലാം പ്രതിസന്ധിയിലാണ് കടന്നത്, ഏതെല്ലാം പ്രതികൂലത്തിലാണ് കടന്നത്, ഏതെല്ലാം അല്ലെങ്കിൽ പ്രയാസങ്ങളിലാണ് കടന്നത്, അവിടെയൊക്കെ ദൈവത്തിന്റെ കരം ഇറങ്ങി നമ്മളെ വിടുവിച്ച വലിയൊരു സ്നേഹം നമ്മുടെ പിന്നിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളെ എന്ത് ചെയ്ത് കർത്താവ് അഴിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളിലും, ഏതെല്ലാം നിലകളിലും, ഏതെല്ലാം പ്രതിസന്ധികളിലും, ഏതെല്ലാം പ്രയാസങ്ങളിലും ദൈവത്തിന്റെ ഈ മക്കളെ എവിടെയൊക്കെയോ കിടന്നിട്ട് അവർക്ക് അവരെ പിന്തിരിപ്പൻ ശക്തികൾ കടന്നു വന്ന് അവരെ തകർക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നാണ് ദൈവം എന്ത് ചെയ്ത് ഈ ദിവസങ്ങളിൽ നമ്മളെ വിടുവിച്ചു കൊണ്ടുവന്ന് ഈ ശുശ്രൂഷയെ നമ്മൾക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറയുകയാണ്, ഇവിടെ പറയുന്നത് കർത്താവ് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആവശ്യമുള്ളതിനെ അഴിക്കുവാനാണ് കർത്താവ് വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ കർത്താവിനെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ട് പറയപ്പെടുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ആ ശിഷ്യന്മാർ കടന്നുപോയപ്പോൾ കഴുത ഇത് അഴിച്ചപ്പോൾ പ്രതികൂലമായി ചോദ്യം വരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയപ്പെടട്ടെ, ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരേണ്ടതിന് അടുപ്പിക്കാത്ത ചില വ്യക്തി ജീവിതങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ദേശത്തുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് ഭരിക്കുന്ന ശക്തികളുണ്ടായിരിക്കും, ആ ദേശത്തെ തകർക്കുന്ന ശക്തികളുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയപ്പെടട്ടെ, ഏതെല്ലാം ശക്തികളുണ്ടെങ്കിലും ഒരുവനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം എന്ത് ചെയ്യും? അവനെ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ പറയുന്നത്, അവർ കർത്താവിനോട് ചോദിച്ച് കർത്താവ് പറഞ്ഞ കാര്യം അവർ അതേ അനുസരിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്തിനാ അഴിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവര് പറഞ്ഞു, കർത്താവ് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയുവാൻ കഴിയുന്നത്, ഈ കാലയളവിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മൾ ഒരാൾക്ക് വേണ്ടി ജാഗരിച്ചു, ഒരാളെ സുവിശേഷം പറഞ്ഞ് നേടിയെടുത്തുകൊണ്ട് വരുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, എന്ത് ചെയ്യണം? അവരെ വിടുവിച്ച് പ്രാർത്ഥിച്ച് അവരെ സഹായിച്ചു, അവരുടെ ഭവനത്തെ സഹായിച്ചു, അവരെല്ലാം വിടുതലാക്കി കഴിയുമ്പോൾ കർത്താവിന്റെ സന്നിധി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സന്നിധി വരത്തില്ല. അവർ മറ്റു ദിക്കുകളിലേക്ക് കടന്നു പോകും. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയപ്പെടട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ സൂം മീറ്റിങ്ങില് കൂടിയിരിക്കുന്ന ദൈവം ആകർഷിച്ചിട്ട് വിളിച്ചതാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? ഈ കർത്താവ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? കർത്താവിന്റെ സന്നിധിയിൽ ഈ കഴുതക്കുട്ടിയെ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ രാത്രി ഈ പ്രഭാതത്തിലൊക്കെ ദൈവ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവാത്മാവ് പ്രാപിച്ച ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഇന്ന് പകൽക്കാലം വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ കഴിഞ്ഞ കാലങ്ങളില് ദൈവസന്നിധിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിൽ നാളുകൾക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തെ തകർച്ചു കളഞ്ഞ അന്തരീക്ഷങ്ങളെ ആത്മാവിനെ വെളിപ്പെടുത്തുകയാ. പരിശുദ്ധാത്മാവ് ഈ പകലിൽ അതിന്റെ മേൽ പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാ. നിന്നെ നിന്ദിച്ചവരുണ്ട്, നിന്ദാമാത്രമാക്കി ഹല്ലേലൂയ ആ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവരുണ്ട്, പ്രയാസങ്ങൾ കൊണ്ടുവന്നവരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്, ഭാരപ്പെടുത്തിയവരുണ്ട്, ദുഃഖിപ്പിച്ചവരുണ്ട്, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയവരുണ്ട്. ദേശത്ത് നിൽക്കാൻ കഴിയാതെ വണ്ണം പ്രതിസന്ധികളുടെ മധ്യത്തിൽ നീ ഓടിയ സമയവും സന്ദർഭവും ഉണ്ടെന്ന് ഇന്ന് പകലിൽ ഹല്ലേലൂയ ദൈവാത്മാവ് വിളിച്ചു പറയപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതിനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അഴിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞ അനുസരിച്ച് അഴിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ ഹല്ലേലൂയ കർത്താവ് എന്ത് ചെയ്തു? ആ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി. പ്രൈസ് ദി ലോർഡ്. പുറത്ത് കയറിയപ്പോൾ ശിഷ്യന്മാർ വസ്ത്രം ഈ കഴുതക്കുട്ടിയുടെ പുറത്തിട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം, കഴിഞ്ഞ കാലം വരെ ഈ കഴുതക്കുട്ടി ഒരു കുറ്റിയിൽ കെട്ടപ്പെട്ടതുപോലെ തലങ്ങും വിലങ്ങും കിടക്കുകയായിരുന്നു. ഒരിക്കലും അതിന്റെ അകത്തുനിന്നൊരു മോനിലായിരുന്നു. ഈ മോനമില്ലാത്തതിന് കാരണം എന്താണെന്നറിയാമോ? അതിനെ കെട്ടിവെച്ചിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാ. ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നിന്നെ എവിടേക്കോ കെട്ടിവെച്ച മണ്ഡലങ്ങളെ ആത്മാവ് ഹല്ലേലൂയ
പുറത്തു കൊണ്ടുവന്ന ഒരു പകലായി മാറട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഈ പകലിൽ ദൈവാത്മാവ് പറയപ്പെടുന്നു, നിന്നെ കെട്ടിവെച്ച മണ്ഡലങ്ങളുണ്ട്, നിനക്ക് പോരായ മണ്ഡലങ്ങളുണ്ട്, നിനക്ക് വിരോധമായി ചലിച്ചതുണ്ട്, നിനക്കെതിരായി നിന്നവരുണ്ട്. ആരും നിന്റെ ഹല്ലേലൂയ വിടുവിക്കുവാൻ ഇല്ലായിരുന്നപ്പോൾ ഉയരത്തിലെ ദൈവം ഇന്ന് പകലിൽ നിന്നെ വേർതിരിച്ച നാളിൽ സ്വർഗം നിന്റെ ബന്ധനങ്ങളെ അഴിച്ച് നിങ്ങളുടെ കെട്ടുകളെ പൊട്ടിച്ച് നിന്റെ കൈകളെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നിന്റെ മേൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിച്ച സകല മണ്ഡലങ്ങളും ഇന്ന് പകൽക്കാലം നിനക്ക് വിരോധമായി നിന്ന സകലതും ഇന്ന് പകലിൽ നീങ്ങി മാറുന്ന ഒരു പകലായി മാറട്ടെ. ഓ റിബനവർഷം ധനേ രഗധനാദരാജഗസ് റിബാനവക്ഷ സംഭവാരഗത്തുരാന ഉടരവക്ഷസേ രഗത്തുരാനവ ബാലവക്ഷസേ രഗന്ധനാരമൗടാരവക്ഷസേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഏതൊക്കെ നിലവാരത്തിനെ തകർക്കാൻ നോക്കിയെന്നോ, നിന്റെ ജീവിതത്തെ തള്ളിയിട്ട് കളഞ്ഞ സന്ദർഭങ്ങളെ, നിന്റെ ഭവനത്തിൽ ഒറ്റപ്പെടുത്തിയത്, നിന്നോട് പോരാടിയത്, നിനക്ക് വിരോധമായി ചലിച്ചത്, നിന്റെ ഭവനത്തിലെ ഹല്ലേലൂയ ഉള്ളകളില്, നിന്റെ ദേശത്തിലുള്ളവർ, നിന്റെ ഭവനക്കാർ നിന്നോട് പോരാടിയവരുണ്ട്. ഇന്ന് പകൽ പറയുന്നു, നിന്റെ ഭവനം നോക്കി വെല്ലുവിളിച്ച മണ്ഡലങ്ങൾക്ക് സ്വർഗം നിന്നെ വഴി നടത്തിയ ആ ദിവസങ്ങളും സംഭവങ്ങളും ഇന്ന് പകൽക്കാലം നീ മറന്നുപോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാ കഴുത, കെട്ടപ്പെട്ട കഴുതയെ ഉയരത്തിലെ ദൈവം അഴിച്ചു കൊണ്ടുവരുവാൻ ഇടയായി. ഇന്ന് പകൽക്കാലം അതിന് പ്രചോദനമേകിയ, അതിന് ദൈവാത്മാവ് പ്രാപിച്ച ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം ഹല്ലേലൂയ ഉപയോഗിക്കുവാൻ തയ്യാറായെങ്കിൽ എന്നെ നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ തയ്യാറായി നിൽക്കുക. കാരണം എന്താ പറയുമോ, കെട്ടപ്പെട്ട ചില ജീവിതങ്ങള് ഹല്ലേലൂയ എവിടെയോ കിടപ്പുണ്ട്. അത് ഹല്ലേലൂയ അഴിക്കുവാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ പറയപ്പെടുന്നുണ്ട്, ആ കഴുതക്കുട്ടി അഴിച്ച് അതിന്റെ ഉടയവർ കഴുത അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുടെ മേലിട്ട് യേശുവിനെ കയറ്റി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം ആഗ്രഹിക്കുക, ഞാൻ ആരുടെ ഹല്ലേലൂയ അകത്താ കയറേണ്ടത്? ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച, ദൈവത്തിന്റെ കൃപ പ്രാപിച്ചവർ ഇന്ന് പകൽക്കാലം ഇതിന്റെ ഇരിപ്പുണ്ട്. നിങ്ങൾ ദൈവം ഹല്ലേലൂയ ആകർഷിച്ചിട്ട് വിളിച്ചപ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി നിൽപ്പുണ്ട്. നിങ്ങളോ പരാജയപ്പെടുത്തുന്ന മണ്ഡലങ്ങളുണ്ട്, നിങ്ങൾ പോരാടുന്ന ചില ജീവിതങ്ങളുണ്ട്. ഓ, നിങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ദേശത്തിൻ്റെതായിരിക്കുന്ന സഖ്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകൽ പറയപ്പെടട്ടെ, നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കർത്താവ് അതിന്റെ മുകളിൽ കയറിയപ്പോ, പുറത്ത് കയറിയപ്പോൾ ഹല്ലേലൂയ ഈ കഴുതക്കുട്ടിക്ക് അതിൻ്റെതായ സ്വഭാവം മാറി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ പ്രവൃത്തി മാറി. കാരണം അത് ഒരു അനുസരണയോടെ ഹല്ലേലൂയ എവിടെ നിന്നു? കർത്താവിന്റെ സന്നിധിയിൽ നിന്നു. ഹല്ലേലൂയ. കർത്താവ് അതിന്റെ പുറത്തേറിയപ്പോൾ ഇതാ കഴുതക്കുട്ടിയുടേതായ ഹല്ലേലൂയ ആ ലെവല് മാറി. കാരണം അറിയാമോ, അതിൻ്റെതായിരിക്കുന്ന കഴിഞ്ഞ നാളുകൾ വരെയുള്ള പ്രശ്നങ്ങൾ മാറി, പ്രതികൂലങ്ങൾ മാറി. താൻ കഷ്ടപ്പെട്ട നിലയിൽ കിടന്ന കഴുതക്കുട്ടി ഇപ്പോൾ സന്തോഷത്തോടെ യാത്ര ചെയ്യുകയാ. എന്റെ പുറത്ത് ഒരുവൻ ഇരിക്കുക, ഈ ലോകത്തെ ഇറങ്ങി വന്നവൻ എന്റെ പുറത്ത് അവനെ ചുമക്കുവാൻ, അവന്റെ ഏൽക്കുവാൻ, അവനെ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുവാൻ ഞാൻ പര്യാപ്തനാണെന്ന് മറ്റുള്ളവരെക്കാൾ ഉയരത്തോടെ ചിന്തിക്കുന്ന, മനസ്സോടെ ചിന്തിക്കുന്ന, ഹൃദയത്തോടെ ചിന്തിക്കുന്ന ഒരു കഴുതക്കുട്ടി അവിടെ
വസ്ത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ വസ്ത്രങ്ങൾ പുറത്തുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ഇന്ന് പകലിൽ അതിന്റെ പുറത്ത് കയറിയ യേശു കർത്താവ് ഹല്ലേലൂയ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർ വിളിച്ചു പറയുകയാണ് ഹല്ലേലൂയ. അതാണ് നാം 37 വാക്യം വായിച്ചത്. 37 വാക്യം അവൻ ഒരു അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമല്ല തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും ഹല്ലേലൂയ എന്ത് ചെയ്ത് ഹല്ലേലൂയ ദൈവത്തെ അത്യുച്ച സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെയും കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇന്ന് വരെയും ഏറ്റവും കണ്ടതിൽ വെച്ച് ഏറ്റവും ഹല്ലേലൂയ അത്യുത്തമമായിരിക്കുന്ന ഒരു വിഷയം ശിഷ്യന്മാരുടെ ഉള്ളറകളിലേക്ക് ദൈവം പകർന്നു നൽകിയ വലിയൊരു ദിവസമായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ദൈവത്തിന്റെ പദ്ധതി ഇവിടെ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ അന്ന് വരെയും ഗുരു ഗുരു എന്ന് വിളിച്ച് ഹല്ലേലൂയ നടന്ന എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് പഠിപ്പിക്കുന്നവനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഗുരു എന്ന വാക്കിന് പഠിപ്പിക്കുന്നവനാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഹല്ലേലൂയ അവരുടേതായിരിക്കുന്ന അവരുടെ കാഴ്ചപ്പാട് മാറുകയാ. ഇപ്പോൾ അവർ കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ഈ കഴുതപ്പുറത്ത് വരുന്നവൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. കാഴ്ചപ്പാട് മാറിയത് കേട്ടോ. ദൈവാത്മാവ് പറയുകയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറണം. നമ്മൾ യേശു ആരാണെന്ന് തെളിയിക്കണം. നമ്മൾ യേശു എത്ര വലിയവനാണെന്ന് തെളിയിക്കണം. നമ്മുടെ ഭവനത്തിൽ ഇറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്മാരുടെ കാഴ്ചപ്പാട് മാറി. ഇപ്പോൾ യേശു കർത്താവ് കഴുതപ്പുറത്ത് വന്ന ആ ദൈവദാസ കർത്താവിനെ കണ്ടപ്പോൾ അവർ പാടി സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളും. പ്രൈസ് ദി ലോർഡ്. സകല വീര്യപ്രവർത്തികളും ഹല്ലേലൂയ കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. ഹല്ലേലൂയ. കണ്ടോ? അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. ദൈവത്തിന്റെ ദാസന്മാരുടെ കാഴ്ചപ്പാട് മാറി കേട്ടോ. ദൈവത്തിന്റെ ദാസന്മാരുടെ കാഴ്ചപ്പാട് മാറി. ഇന്ന് പകലിൽ പറയപ്പെടട്ടെ. ഹല്ലേലൂയ പറയപ്പെടുന്നുണ്ട്. കാഴ്ചപ്പാട് മാറിയാൽ നമ്മുടെ ദൈവമാരാന്ന് തെളിയിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ഹല്ലേലൂയ നമ്മുടെ ഭവനത്തിന്റെ അകത്തിറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരും നമ്മളെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ആർക്കും നമ്മളെ നിന്ദിക്കുവാൻ കഴിയത്തില്ല. ആരൊക്കെ നിന്ദിച്ചോട്ടെ, ആരൊക്കെ പരിഹസിച്ചോട്ടെ, ആരൊക്കെ നിന്നാപാത്രമാക്കി എണ്ണിയൊക്കെയോട്ടെ, എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടല്ലോ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ദൈവ കൃപയുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം നിന്നെ നടത്താൻ പോകുന്ന ആ വലിയ ദൈവ കൃപയെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്താണ് കർത്താവ് ചെയ്ത വീര്യപ്രവർത്തികൾ അല്ലെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ 11 അധ്യായം ലാസറിന്റെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചൊരു വീര്യപ്രവർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തകർച്ചയുടെ വക്കിൽ നിന്നാണ് ഒരു കുടുംബത്തെ കൈപിടിച്ച് നടത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഈ കൂടിക്കുന്ന ഫലങ്ങൾ തകർച്ചയുള്ളവരുണ്ട്. അവരുടെ തമ്പുരാൻ കൈപിടിച്ച് നടത്തിയത്. ഹല്ലേലൂയ. വേദനിപ്പിക്കപ്പെട്ട നിലവാരത്തിൽ ഒരു കുടുംബത്തിന്റെ അകത്ത് നിലവിളിയുടെ ശബ്ദം, അനർത്ഥത്തിന്റെ ശബ്ദം ഉയർന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് കടന്നു വന്ന ആ ഭവനത്തെ വിടുവിച്ച ഒരു വിടുതലിന്റെ ശബ്ദം. ലാസറേ നീ പുറത്തു വാ. ദേശം നിന്ന് നോക്കി. ദേശത്തിലെ ജനങ്ങൾ ഹല്ലേലൂയ സകലരും ഒറ്റ നിമിഷം കൊണ്ട് കർത്താവിന് വിരോധമായി ചലിച്ചു. ദേശത്തിലെ പ്രിയപ്പെട്ടവരെല്ലാവരും കർത്താവിനെതിരെ വെല്ലുവിളിച്ചു. അവർ ചോദിച്ച ചോദ്യം, പ്രൈസ് ദി ലോർഡ്, ഈ ലാസറിനെ ഇത്രമാത്രം സ്നേഹിച്ചവൻ രോഗിയായി കിടന്നപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ
കുരുടരുടെ കണ്ണിന് കാഴ്ച കൊടുത്തവൻ, അവൻ ഇവിടെയുള്ള എന്ന് ഇവനെ ജീവിപ്പിക്കാൻ ഇവന്റെ രോഗത്ത് സൗഖ്യമില്ലായിരുന്നു എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിയാതെ പോയവനല്ല നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. വിഷയം ഇരിക്കുന്ന ഭാഗത്താ ദൈവം ഇറങ്ങുന്നത്. നിന്റെ പ്രശ്നം ഇരിക്കുന്ന ഭാഗത്താ ദൈവം ഇറങ്ങുന്നത്. നിന്റെ വേദന ഇരിക്കുന്ന ഭാഗത്താ ദൈവം ഇറങ്ങുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ദുഃഖത്തെ മാറ്റുന്ന ഒരു സ്വർഗമുണ്ട്. തമ്പുരാന്റെ കരം ചലിക്കാൻ പോവുകയാണ്. നീ വിശ്വസിച്ചോണം. ഈ പകലിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യാവുക. പ്രമാണപക്ഷസേ രഗത്തുരാനപ റിഖാനപക്ഷം ഭവാരസിയാതനാരപ. പ്രൈസ് ദി ലോർഡ്. നിന്റെ മുൻപാകെ തടസ്സങ്ങളാണുള്ളത്. ആത്മാവ് പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. തടസ്സങ്ങളെ നിർമ്മിച്ചുകൊണ്ട്, തടസ്സങ്ങളെ ആക്കി വെച്ചുകൊണ്ട് നിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് തടസ്സം നിൽക്കുന്ന തടസ്സവാദങ്ങളെ തകർക്കേണ്ടതിന് ഇന്ന് പകലിൽ ആത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നു. ലാസറിനെ കാണാതെ വന്നു. ലാസർ ഇരിക്കുന്ന എന്ന് ലാസറിനെ വിളിച്ചുണർത്തി. ഹല്ലേലൂയ. കല്ലറയുടെ അകത്തു നിന്നും പുറത്തു കൊണ്ടുവന്ന് ഒരു വീണ്ടും ജീവനോടെ തിരിച്ചു മടക്കിക്കൊടുത്ത ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാരീരികമായും മാനസികമായും ആത്മീകമായും പലപ്പോഴും ബുദ്ധിമുട്ടുകൾ, സ്നേഹലനിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അവരെ ഓർത്ത് ഇന്നത്തെ കാലം അവരോട് ആത്മാർത്ഥമായ ആലോചന പറയുക. നിന്റെ ബുദ്ധിമുട്ടൊക്കെ നിന്റെ തലത്തിനൊത്തവണ്ണം തീർത്തു തരുന്ന ഒരു ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ശബാരമന ഘടക ശംസനാരംസാരബല ഘടകസി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആരെയും വേണ്ടായിരുന്നു, നിങ്ങളെ ആർക്കും വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇച്ചിരി കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടപ്പോൾ ഇപ്പൊ എല്ലാരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയിൽ ആശിച്ചു. തള്ളിപ്പറഞ്ഞവരും ദുഃഖിപ്പിച്ചവരും നിന്നാപാത്രമാക്കി എണ്ണിയവരും ദേശത്തിന്റെ നടുവിൽ നിന്നെ നിന്നയാക്കി കളഞ്ഞ അനവധി ജീവിതങ്ങൾ നിന്റെ ദേശത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ദേശത്തുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരട്ടെ. ഇപ്പോ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ശിഷ്യന്മാരുടെ ഹല്ലേലൂയ കാഴ്ചപ്പാട് മാറി. ഇന്ന് വരെ അവരെ ദൈവമാണെന്ന് കരുതിയില്ല, ഗുരുവാണെന്നാ കരുതിയത്. ഇപ്പോൾ അവർ ദൈവമാണ് കരുതിയിരിക്കുക. കേട്ടോ? പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ സ്തുതിക്കുകയാ, ആ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എങ്കിലും ഒരു കാര്യം വ്യക്തമായി പറയാം. ഈ കാലയളവിൽ ഇന്ന ഭവനത്തെ കേന്ദ്രീകരിച്ച് പിശാചൊരുക്കുന്ന കെണികൾ വലുതാ. ഒരിക്കലും പുറത്തു പോകുവാൻ കഴിയാതെ തടസ്സപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ
ജീവിതത്തിലുണ്ട്. ആത്മാവിനോട് പറയപ്പെടുന്നു, നിങ്ങളുടെ ഭവനത്തെ ഈ ദിവസങ്ങൾ നമുക്കറിയുവാൻ കഴിയുന്ന കാര്യമാണ്. അവർ ദൈവത്തെ അവർ പറയുന്നൊരു വ്യക്തമായ കാഴ്ചപ്പാടാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ ഇപ്പോൾ അവർ കർത്താവിനെ രാജാവായി കാണുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ രാജാവായി കാണുന്നവരെ പ്രൈസ് ദി ലോർഡ്, ആ രാജാവ് എങ്ങനെയുള്ളവനാകണം? ഇപ്പോൾ അവിടെ പറയുന്നുണ്ട്, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് ലഭിച്ച ശിഷ്യന്മാർ വിളിച്ചു പറയുന്ന കാര്യമാണ്. ഇതുവരെ അവർക്ക് ലഭിക്കാതെ പോയൊരു വെളിപ്പാടാ ഇവൻ രാജാവാണെന്ന് പറയപ്പെടുന്നത്. കേട്ടോ? അകത്തെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ അവർ എന്ത് ചെയ്തു? ഈ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി, ഈ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി, ഈ ആരെന്ന് വെളിപ്പെടുത്താൻ തുടങ്ങി, അവരുടെ പ്രത്യേകത എന്താണെന്ന് വെളിപ്പെടുത്താൻ തുടങ്ങി. ആ ദൈവമാണ് ഇന്ന് പകലിൽ നമ്മളോട് സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളൊക്കെ ഉയർത്തി കർത്താവ് സ്തുതിക്കാറ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാണ്, ഇവൻ രാജാവാ. പ്രൈസ് ദി ലോർഡ്. ഇവന്റെ പ്രത്യേകത എന്താ? ഇവ സ്വർഗത്തിലുണ്ട്, അല്ലേ? സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും. ഇത് രണ്ടിനാലും ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തിക്കൊണ്ടാണ് കർത്താവ് ആ കഴുതയുടെ പുറത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, നിങ്ങളുടെ ആരാധനാ ജീവിതത്തിൽ നിങ്ങളെ തളർച്ചകളെ വളർത്തുന്ന അന്തരീക്ഷങ്ങളുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം പറയപ്പെടട്ടെ, ഒരു രാജാവ് നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങാൻ പോവുക. നമ്മുടെ ഭവനങ്ങളിൽ രാജാവ് ഇറങ്ങാൻ പോവുക. രാജാവ് ഇറങ്ങിയാൽ എന്താ ചെയ്യുക? പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാജാവിന്റെ കയ്യിലുണ്ട് ആയുധങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാജാവായി. ഹല്ലേലൂയ. ഈ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയപ്പെടുന്നുണ്ട്, വായിക്കേണ്ട, അവിടെ പറയുന്നുണ്ട്, യഹൂദന്മാരുടെ രാജാവ് പിറന്നവൻ എവിടെ? ആരാ ചോദിച്ചത്? ആട്ടിടയന്മാരാ. പ്രൈസ് ദി ലോർഡ്. ആട്ടിടയന്മാർ ചോദിച്ച ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവുമായി പിറന്നവന്റെ ജന്മവിവരം അറിഞ്ഞ ഹെരോദാവ് കൊട്ടാരവും ഭയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ജനനങ്ങൾ തന്നെ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ യേശു കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട് നമ്മുടെ ഭവനത്തിന്റെ അകത്ത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. ഇന്ന് പകലിൽ നോക്കണം, നിങ്ങളെയൊക്കെ ഭവനങ്ങളിൽ നിങ്ങളെ ഭയപ്പെടുന്ന അന്തരീക്ഷങ്ങൾ ഇന്ന് പകലിൽ ഭയപ്പെടാൻ പോകുകയാണ്.
ഭയപ്പെടുന്ന അന്തരീക്ഷം വരാൻ പോകുകയാണ്. ഇത്രയും നാളെ നീയാ ഭയപ്പെടുത്തിയത്, നമ്മളെ ഭയപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഒരു കൊട്ടാരം തന്നെ ഭയന്നു പോയ ഒരു ജനനത്തിങ്കൽ, അതാരുടെ വാക്ക് കേട്ട? ആട്ടിടയന്മാർക്ക്. നക്ഷത്രം പോകുന്ന വഴിക്ക് ഇവർ യാത്ര ചെയ്തു. അവരെ നക്ഷത്രം വഴി നടത്തി ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ ഹെരോദാവിനോട് ചോദിച്ച ചോദ്യമാണ്, ഹല്ലേലൂയ, രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. ആ ചോദ്യത്തിന് മുമ്പാകെ ഒരു ഭയപ്പെട്ടു പോയി. കൊട്ടാരം ഭയപ്പെട്ടു, ഭയപ്പെട്ടു. എന്റെ അധികാരം നിന്നു പോകും, എന്റെ അധികാരം നിന്നു പോകും, എന്റേതായിരിക്കുന്ന സകല പ്രവർത്തികളും നിന്നു പോകും ചിന്ത. ആട്ടിടയർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പോയി അവനെവിടെ ജനിച്ചു എന്ന് സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ട് തിരിച്ചു മടങ്ങി വന്ന് ഞാനും അവനെ കാണേണ്ടതിന്, അവനെ നമസ്കരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? എന്നോട് പറയണം. ആട്ടിടയന്മാർ കടപോയി യാത്ര ചെയ്തു. ശിശു ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവർ കുന്നിന് തേരുമൊക്കെ കൊടുത്ത് ആ കുഞ്ഞിനെ പരിപോഷിച്ചിട്ട് തിരിച്ചു മടങ്ങി വരാൻ നേരം ആത്മാവ് പരിശുദ്ധാത്മാവൻ ഇടപെട്ടു. ആ ഹെരോദാവിൻ വഴിയിൽ കൂടെ കടന്നു പോകരുത്, അവൻ ഈ ശിശുവിനെ കറുത്തു കളയുമെന്ന് ചിന്തിച്ച ആ നിമിഷം എന്ത് ചെയ്തു? അവിടെ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, വേറെ വഴിയായി മടങ്ങിപ്പോകാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓർക്കണമേ, നിന്നെ തകർച്ചു കളയുവാൻ പദ്ധതി ഒരുക്കുന്നത് മാറ്റാരുമല്ല, നീ അറിയാത്ത നിലവാരത്തിൽ ജീവിക്കുന്നവർ. നിനക്ക് വിരോധമായി, നിനക്കെതിരായി, വെല്ലുവിളിയായി, പോരുകളായി, പോരാട്ടങ്ങളായി നിന്റെ ഭവനത്തിന്റെ അകത്തേറി വരുമ്പോൾ ഇന്ന് പറയപ്പെടട്ടെ, നിന്റെ ഭവനത്തിന്റെ അകത്ത് രാജാവ്. പ്രൈസ് ദി ലോർഡ്. രാജാവ് ജന്മം കൊള്ളണം. ഈ രാജാവ് ഭരിക്കപ്പെടണം. ഈ രാജാവിന്റെ ശക്തി വെളിപ്പെടണം. ഈ രാജാവ് ആരാണെന്ന് വെളിപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ രാജാവിന്റെ ശക്തി വെളിപ്പെടുത്തണം. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ശൈരാനിയുടെ നാളുകൾക്കായി നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിനെ തമ്പുരാൻ നീക്കം ചെയ്യാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഒറ്റപ്പെടുത്തിയവരുണ്ട്, നിന്ദിച്ചവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്, ഒരിക്കലും മുന്നോട്ട് ചലിക്കപ്പെടുവാൻ കഴിയാതെ വണ്ണം ജീവിതത്തെ മാറ്റിമറിച്ച വിഷയങ്ങൾ ഭവനത്തിന്റെ അകത്തിൽ കുടിയേറി നിൽക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാ, ജീവിതത്തെ മുന്നോട്ട് വിടുവാൻ കഴിയാത്ത ന്യൂട്ടന്റെ ആധിപത്യങ്ങള് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നീങ്ങി മാറട്ടെ. തള്ളിക്കളയാത്തൊരു ദൈവം ഹല്ലേലൂയ ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് പറയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശയ്യാനോട് പറയപ്പെടട്ടെ, തള്ളിക്കളയാത്തൊരു ദൈവത്തെ മുറുകെ പിടിച്ചോ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുകയാ. അതിനകത്ത് ഒറ്റപ്പെട്ട നിലവാരത്തിൽ അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും സഹായിക്കുവാനില്ലാത്ത അന്തരീക്ഷങ്ങൾ ജീവിതത്തിൽ എന്ന് ആത്മാവ് വ്യക്തമായി രേഖപ്പെടുത്തുകയാ. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഭവനത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഒരു വലിയ വിടുതൽ കാണാൻ പോകുകയാ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകാൻ പോവുക. കാരണം ഇത് ഉണ്ടായ ചില വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടെങ്കിൽ, വേദനിച്ചെങ്കിൽ, ദുഃഖിച്ചെങ്കിൽ, നിന്നാപാത്രമാക്കി എന്നെങ്കിൽ
ഇന്ന് പകൽക്കാലം ഇനി ഒറ്റപ്പെടുത്തിയവർ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വേദനിപ്പിച്ചവർ, ഭാരപ്പെടുത്തിയവരുടെ മുമ്പാകെ നിലനിർത്തുന്ന ഒരു ഇന്ന് പകലിൽ നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങാൻ പോവുക. അവൻ രാജാവായിട്ട് ഇറങ്ങുന്നത്. എന്ന് പറയപ്പെടട്ടെ, ചില ശുശ്രൂഷകളുടെ മേൽ ദൈവം കരം വെക്കാൻ പോകുകയാ. ചില ശുശ്രൂഷകൾ ദൈവത്തിന്റെ കരത്തിലേക്ക് പിടിച്ചു വാങ്ങുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ചില ശുശ്രൂഷകള് ദൈവം നടത്താൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ അവിടെയൊക്കെയോ തകർച്ചയുണ്ടായിട്ടുണ്ട്. വേദനിച്ചവരുണ്ട്, ഭാരപ്പെടുത്തിയവരുണ്ട്, നീക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ തള്ളിക്കളഞ്ഞ അന്തരീക്ഷങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം ശുശ്രൂഷ ഏൽപ്പിക്കപ്പെടുമ്പോൾ ചില ജീവിതങ്ങളെ പിടിച്ചുയർന്ന, ചങ്കലിൽ കിടക്കുന്ന ചില ജീവിതങ്ങളെ ദൈവകൃപയിൽ ആക്കി വെക്കുന്ന ഒരു മഹത്വമേറിയ ശുശ്രൂഷ തമ്പുരാൻ തരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. Praise the Lord. Hallelujah. Praise the Lord. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ പോകും. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക, ജയമെടുക്കുക. ഈ പകലിൽ പറയുമ്പോൾ ഇങ്ങനെ ആരുമില്ലെന്നുള്ള ഹൃദയത്തിന്റെ അകത്ത്, ഹൃദയന്തർഭാഗത്ത് ആരുമില്ലാത്ത ഒരു അന്തരീക്ഷം, ഒറ്റപ്പെട്ടവളെ പോലെ ജീവിതം തളിക്കുന്ന ഒരു അനുഭവം ആത്മാവിനെ കാണിക്കുകയാ. ദൈവശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോവുകയാ. ജീവിത നിലവാരത്തില് നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കപ്പെടുവാൻ കഴിയാതെ നിന്റെ ഭവനത്തിലുള്ളവർ വരെ നിനക്ക് വിരോധം ചരിച്ച മണ്ഡലങ്ങളാണ് ആത്മാവ് ശക്തമായി വിളിച്ചു പറയപ്പെടുകയാ. ഇപ്പോൾ ഇന്ന് പകലില് രാജാവായി എഴുന്നള്ളി വന്നവനെ സ്തുതിച്ചുകൊണ്ട് അവനെ ഒരു വലിയ പ്രവൃത്തി ജീവിതത്തിൽ കാണുകയാ. ജീവൽ ഘടക ഹസ്തന രഗതന വൈഡരാജകസി ജീവൽ ഘടക ശബ്ദന വേഗദൂര ഘടക. എന്തിനാ ഭാരപ്പെടുന്നത്? എന്തിനാ വേദനിക്കുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ചോദിക്കാൻ പലരും കാണും, പക്ഷെ ആശ്വാസം പകരാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാണ്, ഇതൊരു ആശ്വാസത്തിന്റെ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് വെക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മക്കളെ ചൊല്ലി വേദനിക്കുന്ന ഉടരാജകന വൈശ്വസേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ വേദനിക്കുന്ന പ്രിയ മാതാപിതാക്കന്മാരോട് പറയപ്പെട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുണ്ടായിരിക്കുന്ന വഴികളാണ് തമ്പുരാൻ തുറന്നു കൊടുക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. അവര് പറയാണ്, രാജാവായി പിറന്നവരെവിടെയെന്ന് ചോദിച്ച് രാജാവിനെ കണ്ടു മടങ്ങിപ്പോയവർ ഹെരോദാവിന്റെ വാക്ക് കേട്ടില്ല, മടങ്ങി മറ്റൊരു വഴിയായി പോയി. പക്ഷേ കൊട്ടാരം വിറച്ചുപോയി, ഹെരോദാവ് വിറച്ചുപോയി. ഇന്ന് പകൽക്കാലം നീ ആരാധിക്കുന്ന ആരാണെന്നും നീ ആരാണെന്നും ദേശം അറിയപ്പെടുമ്പോൾ നിനക്ക് വിരോധമായി ചലിക്കുന്നതിനെ വിറപ്പിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മേരിക്കുട്ടി നമ്മോട് പറയപ്പെടട്ടെ, ജീവിതത്തിൽ എല്ലാവരും തള്ളിക്കളഞ്ഞവർ, ദുഃഖിപ്പിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന കാര്യം അനുസരിക്കാത്ത ജീവിതം ഭവനാന്തരീക്ഷത്തിൽ ഉണ്ട്.
ഞാൻ പറഞ്ഞിട്ട് ഇവരാരും അനുസരിക്കുന്നില്ലല്ലോ. ആ ഒരു വേദന ഒരു വശത്ത് കിടക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ പോകുക. ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ഉളവാക്കി തരുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത് അല്ലേ? ഉൽപ്പത്തിയുടെ പുസ്തകം ഞാൻ പ്രകാരം പറയപ്പെടുന്നു. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സകലതും ഉളവായി വരട്ടെ. പ്രാർത്ഥിക്കാൻ ആളില്ല, ജാഗരിക്കാൻ ആളില്ല, ആരാധിക്കാൻ ആളില്ല, സ്തുതിക്കാൻ ആളില്ല, തിരക്കോട് തിരക്കെല്ലാവരും. പക്ഷേ ആത്മാവ് പറയപ്പെടുന്നു, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു ദൈവത്തെ പദ്ധതി വെളിപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ദൈവ പ്രവർത്തിയുടെ ദൈവമാവ് പ്രവർത്തിക്കട്ടെ, ദൈവ പ്രവർത്തിയുടെ ആഴങ്ങൾ നടക്കട്ടെ. ഇന്ന് പകൽക്കാലം പറയപ്പെടട്ടെ. നിങ്ങളുടെ ഭവനത്തെ നോക്കി പിശാച് വെല്ലുവിളിച്ചു കാണുവാൻ ഇന്ന് പകലിൽ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിരിക്കുക. ഞാൻ മടങ്ങി വരട്ടെ. അവിടെ പറയുന്നത്, അവർ എന്ത് ചെയ്തു? അവന്റെ നാമത്തിൽ വരുന്നവൻ രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിനെ ശിഷ്യന്മാർ കാണുന്നത് ഇപ്രകാരമാണ്. ഇവനിപ്പോൾ രാജാവായി വരികയാ. എങ്ങനെയാ വരുന്നത്? യുദ്ധസന്നാഹത്തോടു കൂടി. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ 4-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. കണ്ടോ? ഇന്ന് പകൽക്കാലം പറയപ്പെടട്ടെ, 22-ാമതൊരു വാരം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പറയുന്ന കാര്യം രണ്ടാമതായി എന്ത് ചെയ്യുക? പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വരവ്. ഇപ്പോൾ വരുന്ന വരവ് എന്താണ്? രാജാവായി. രണ്ടാമതും വരുന്നത് രാജാവായി. അതിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കമായിരുന്നു ഈ കഴുതപ്പുറത്തുള്ള വരം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിലെ ആത്മാവ് പ്രാപിച്ചതിന്റെ ജീവിതത്തിൽ ഇനി രണ്ടാമത്തെ വരവ് ഉയർത്തുന്നുണ്ട്. പക്ഷെ അതിന് മുന്നോടിയായി ശിഷ്യന്മാർക്ക് തെളിയിച്ചു കൊടുത്തു താൻ ആരാണെന്നും തന്റെ ജീവിതം എന്താണെന്നും തന്റെ ഭാരം എന്താണെന്നും തന്നിലുള്ള ആ ദൈവ സാന്നിധ്യം എന്താണെന്നും ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത ഒരു ഉടമസ്ഥനുണ്ട്. അവരിന്ന് പകലിൽ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽപ്പുണ്ട്. രാജാവായി അവൻ വാഴ്ത്തപ്പെട്ട അത്യുന്നതങ്ങളിൽ സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും. പ്രൈസ് ദി ലോർഡ്. മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് ദൈവം ഒരുക്കപ്പെട്ട ജീവിതങ്ങളാണ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തിയുടെ നടക്കട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അത്യുന്നതന്മാർ അവരുടെ സ്തുതിച്ചു വരുന്നു. ഉയരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിക്കുന്നത് പ്രകാരം രാജാവായി വരുന്ന നമ്മുടെ ഭവനം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? രാജാവുണ്ടല്ലോ. ഇവിടെ പറയുന്നുണ്ട്, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. ഈ രാജാവ് നമ്മുടെ ഭവനത്തിൽ ഇറങ്ങണം. രാജാവ് നമ്മുടെ ഭവനത്തിൽ ഇറങ്ങിയാൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും, പ്രശ്നങ്ങൾ നീങ്ങും, പ്രതികൂല സന്ധികൾ എല്ലാം മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും മുന്നോട്ട് ചലിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ നിന്ന് തടഞ്ഞു വെച്ച മണ്ഡലങ്ങൾ രാജാവ് ഇറങ്ങി നിൽക്കുമ്പോൾ മാറും. ചിലർ വിശ്വസിക്കുന്നുണ്ട്, രാജാവ് വന്നാൽ ഭവനത്തിന്റെ അകത്തൊരു പ്രത്യേക മാറ്റമുണ്ടാവുക. രാജാവ് ഇറങ്ങിയാൽ സമാധാനം വരാൻ പോകുക. ഇതാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ഓരോ ഭവനങ്ങളിൽ സമാധാനമില്ല, സന്തോഷമില്ല, വേദനയും ദുഃഖവും ഞെരുക്കവും ബുദ്ധിമുട്ടും.
പ്രയാസങ്ങളും നിന്ദകളും ഇതൊക്കെയാണ് നമ്മുടെ സ്വത്തുക്കൾ. പക്ഷേ ഇന്ന് പകൽക്കാലം രാജാവ് ഇറങ്ങിയാൽ ഇതൊക്കെ മാറാൻ പോകുക. രാജാവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിന്റെ ഭവനത്തിനകത്ത് മാറ്റമുണ്ടാകാൻ പോകുക. പിൻശാന്തിയോട് പറയട്ടെ, രാജാവ് ഇറങ്ങട്ടെ. ഭവനത്തിന്റെ അകത്തെ കെടുതികൾ മാറാൻ പോകുക, വെല്ലുവിളികൾ മാറാൻ പോകുക, വേദനകൾ മാറാൻ പോകുക, ദുഃഖം മാറാൻ പോകുക, പ്രശ്നങ്ങൾ നീങ്ങാൻ പോകുക. നാളുകളിൽ ഒരിക്കലും നയിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ പൈശാചിക ശക്തികൾ നിന്റെ ഭവനത്തെ വിരോധമായി ചലിച്ചുകൊണ്ട് ഒരിക്കലും ഹല്ലേലൂയ നിന്റെ ഭവനത്തിന്റെ അകത്തൊരു ഹല്ലേലൂയ ഉയർച്ച ഉണ്ടാകത്തില്ലെന്ന് മണ്ഡലങ്ങൾ കൂടി ഉയരത്തിലെ ദൈവം ഇന്ന് പകലിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം വരുത്തുമെന്ന് ആത്മാവശ്യമായി ഇവിടെ ഈ പകലിൽ നിന്നിലുള്ള രാജാവിനെ എടുത്തെടുത്ത് ഭവനത്തിന്റെ അകത്ത് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങൾ നീങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തടസ്സവാദങ്ങൾ നീങ്ങി മാറട്ടെ. ശബാരമനഘടക ശബ്ദന ഹസ്തന രഗതന വൈഡാരമരക്ഷസേ റീബൽ ഘടക ശബ്ദന വൈഡാരമനഘടക ഷാരബാലഘടക. ഒരു രാജാവ് ഇറങ്ങിയാൽ ഭവനത്തിനകത്ത് വിടുതല, ഭവനത്തിനകത്ത് വിടുതല, കുടുംബത്തിനകത്ത് വിടുതല. ആരുമില്ല ഭവനത്തിന്റെ അകത്ത്, ശുശ്രൂഷിപ്പാൻ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒറ്റപ്പെട്ട നിലവാരത്തിലാ, ആരുമില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ആ ദൈവം കൂടെയുണ്ട്. കളയാത്തൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ വിശ്വസിക്കുമെങ്കിൽ ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിൽ കാണാൻ പോകുക. അധികാരത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോകുക. അവൻ രാജാവായി പിറന്ന് രാജാവായി എഴുന്നള്ളി ഇന്ന് ഭവനത്തിനകത്ത് പ്രവേശിച്ചിരിക്കുകയാൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് പകലില്? ഹല്ലേലൂയ. ആ ദൈവം എന്നോട് നിങ്ങളോടും ഹല്ലേലൂയ ആത്മാർത്ഥമായി ആലോചന പറയുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ, ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആത്മമണ്ഡലങ്ങളില് ആത്മനിറവിൽ ഒരു വലിയ മാറ്റങ്ങൾക്ക് കാരണമാവാൻ ദൈവ പദ്ധതി ഇന്ന് പകൽക്കാൽ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉടരാജകനാവൈശ്യസി ഇവരെ വിളിച്ചു പറയുന്നത് ദൈവപ്രവൃത്തി ആഴങ്ങളാ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് പറയാ ഇവൻ ദൈവ ഹല്ലേലൂയ രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ ചോദ്യം ചോദിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ഈ പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ ഈ ജനങ്ങൾ എന്നെ കുറിച്ച് ഞാൻ ആരാണെന്ന പറയപ്പെടുന്നത് ചോദിച്ചപ്പോൾ ചില ആൾക്കാർ ഹല്ലേലൂയ പറഞ്ഞു അവൻ ഏലിയാവെന്നും, ചില ആൾക്കാർ പറഞ്ഞു അവൻ മോശയെന്നും. പക്ഷേ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന് ഹല്ലേലൂയ അറിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ അപ്പോസ്തലനായ പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഈ വിവരം നിനക്ക് നൽകിയത് മാനുഷിക ബുദ്ധിയല്ല, ദേശത്തിലെ ബുദ്ധിയല്ല, മറിച്ച് എന്റെ പിതാവായിരിക്കുന്ന ഉയരത്തിലെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. ദൈവത്തെ വൈദ്യരെ വെളിപ്പെടുത്തി തന്ന ദൈവത്തെയാണ് ഇന്ന് നമുക്കത് നാം സേവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ രാജാവായി നമ്മുടെ ഭവനത്തിൽ ഇറങ്ങട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ടെന്ന് പകലിൽ? രാജാവായി പിറന്നവൻ നമ്മുടെ
ജീവിതത്തിൽ ഇറങ്ങിയാൽ വെല്ലുവിളികൾ ഇന്ന് പകൽക്കാലം നീങ്ങി മാറാൻ പോകുക. ഭാരങ്ങൾ നീങ്ങി മാറും, പ്രയാസങ്ങൾ നീങ്ങി മാറും, നീങ്ങി മാറും, വെല്ലുവിളി നീങ്ങി മാറും. എല്ലാ പ്രയാസങ്ങളും ഇന്ന് പകൽക്കാലം തമ്പുരാൻ നീക്കാൻ പോകുക. കുടുംബത്തിനകത്ത് ഭവനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പകലിൽ രോഗത്തെ സ്വർഗം നീക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ജയം കൽപ്പിക്കുകയാ. രോഗം മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ഏതൊക്കെ രോഗത്തിലാ, നിന്റെ രോഗം കീഴ്പ്പെടുത്തുന്ന അന്തരീക്ഷം ഇന്നുണ്ടെങ്കിൽ അത് മാറുകയാ. വിശ്വസിക്കുന്നുണ്ട് രോഗം കീഴമർത്തുന്ന ദൈവ സാന്നിധ്യമാണ് ഈ ദൈവം നൽകാൻ പോകുന്നത്. രോഗം രോഗത്തെ വെല്ലുവിളിക്കുന്ന, രോഗമില്ല എന്ന് പറയപ്പെടുന്ന സ്ഥാനത്താ ദൈവം എന്ന് ഇറങ്ങാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒറ്റക്കാരിയോട് പറഞ്ഞു വേഗത്തിൽ നിർത്തുക. ഹല്ലേലൂയ. ബെഥേസ്ദ എന്ന് പറയപ്പെടുന്ന കുളത്തിന്റെ കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 38 വർഷമായി ബെഥേസ്ദ കുളക്കരയിൽ കിടക്കുകയാണ്. ഈ 38 വർഷക്കാലവും ഈ കുളം കലക്കാൻ ദൈവത്തിന്റെ ദൂതനിറങ്ങും. ദൈവത്തിന്റെ ദൂതനിറങ്ങി എന്ത് ചെയ്യും? കുളം കലക്കും. അതിലാദ്യം ഇറങ്ങുന്നവൻ രോഗസൗഖ്യം പ്രാപിച്ചാൽ പ്രൈസ് ദി ലോർഡ് അവൻ അവിടുന്ന് യാത്ര തിരിക്കും. പക്ഷെ ഈ 38 വർഷക്കാലമായി ഒരു മനുഷ്യൻ ഈ കിടക്കുക. ഇവന് മുൻപാകെ കടന്നുപോയ സകല ആൾക്കാരും രോഗത്തിന്റെ രോഗം മാറി അവരെയൊന്നും പിന്നെ അവിടെ കണ്ടിട്ടില്ല. ഈ 5 മണ്ഡപത്തിനകത്ത് ശലോമോന്റെ മണ്ഡപമാണ് കേട്ടോ. ശലോമോന്റെ മണ്ഡപത്തിൽ 5 മണ്ഡപത്തില് ഒത്തിരി രോഗികൾ കിടപ്പുണ്ട്. രോഗിയുടെ മേലെ ദൈവം കരം വെച്ചത് 38 വർഷം. അവന്റെ കാലയളവ് 38 വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലയളവിൽ അവൻ എന്ത് ചെയ്തു? അവിടെ ഓരോ പ്രാവശ്യം കുളം കലക്കുമ്പോൾ ദൂതൻ ഇറങ്ങുന്ന സമയത്ത് കുളത്തിന്റെ കരയിൽ വരെ വരും. അവൻ ചാടാൻ ഒരുങ്ങുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. വേറൊരുത്തൻ മുൻപായി ഇറങ്ങും. ആ സമയത്താണ് യേശു കർത്താവ് വന്നു എന്ത് ചെയ്തു? ആ മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ കണ്ടു കഴിഞ്ഞപ്പോ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനൊരു കാര്യം പറഞ്ഞു, ചോദിച്ചില്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. മറുപടി വേറെയാ. പക്ഷേ എങ്കിലും കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ നീ നിന്റെ കിടക്കയെടുത്ത് നടക്കാതെ. അന്ന് മുതൽ അവനെ കിടക്കയെടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഈ കിടക്ക അവനെ താങ്ങിയതും, ഈ കിടക്ക അവനെ കടത്തിയതും, ഈ കിടക്ക അവനെ ഹല്ലേലൂയ അവിടെ ഉൾക്കൊണ്ടതും പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ഉയരത്തിലെ ദൈവം അവനെ സൗഖ്യമാക്കി. അവൻ കിടക്കയെ നടന്നു. ഈ നാളുകൾ വരെ കിടത്തിയ കിടക്കയെ അവൻ ചുരുട്ടിയെടുക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആത്മാവ് പറയപ്പെടുന്നു, നിന്റെ ജീവിതത്തെ കാരണം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറുവാൻ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ സംഭവിക്കും. മാർച്ചയോട് വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. അതുകൊണ്ട് ഇത് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം ഈ വചനത്താൽ നമ്മൾ ഏവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞു അവർക്ക് തന്ന ബീനാൻഡിയോട് നന്ദി. ഫെലോഷിപ്പ് ഇൻ ഗ്രേസ് പ്രയർ
ഫെലോഷിപ്പിനോടുള്ള നന്ദിയും എന്നെ ശ്രവിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.